25,000 രൂപയുടെ ഷൂ. എനിക്കിഷ്ടായത് ഈ മണിയാണ്. അറിഞ്ഞാണോ കിട്ടണ്ടത്? എന്തുവാണോ ഇത്? എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ, എന്നറിയാമല്ലോ, കേട്ടാണല്ലോ. എടാ നീ ഭയങ്കര ഗ്ലാമർ ആയിട്ടോ. അമ്മമ്മയുടെ കാല് പിടിച്ച് അനുഗ്രഹം വാങ്ങിക്കണം എന്ന് പറഞ്ഞവൻ അമ്മമ്മയുടെ കാലും കൂടെ പിടിച്ച് തന്നെ. നിന്റെ ഔട്ട്ഫുട്ട് വെറുത്ത് പറഞ്ഞ ഷൂവിന് എത്ര? 1500 dirhams. പാന്റിന് 300 dirhams. ഓക്കെ. ഷർട്ട് 200 dirhams. ഇനി കൂളിംഗ് ഗ്ലാസ് 1000. വാച്ച് ഐഫോണിന്റെ iWatch ആണ്. എന്നാലും ഒരു 1200. പിന്നെ അമ്മച്ചിയുടെ കാലം കൂടെ 85,000. എടാ 85,000 മൊത്തം പേർത്ത്. ജെട്ടി ഇല്ലാത്തോണ്ട് അതിന്റെ വില ചോദിക്കണില്ല. ഫ്രെയിം ജെട്ടിയാ? കാവാലം ചെട്ടികളാണ്. അതല്ല, കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഫ്രെയിം നല്ല ചൂടാണ്. ഐ തിങ്ക് ദുബായ് ഇസ് ബെറ്റർ ഫോർ മീ. എത്ര നാളെ എവിടെയായിരുന്നു? എത്ര നാള് കാത്തിരുന്നു. ഈ മുടി സ്റ്റൈലിന്റെ പേരെന്താണ്? ബോബി കട്ട്. മുൾട്ടറാടും. ഇത് പ്രണവ് മോഹൻലാലിന്റെ കട്ടാണ്. ഇത് ഈ ഷൂ ഇവിടെ വെക്കണ്ട കേട്ടോ. അതിനെ പോയി പട്ടി അടിച്ചോണ്ട് നേരത്തെ നോക്കിയപ്പോ ഉറുമ്പൊക്കെ ആയിരിക്കും ഇത്. അഡിഡാസ്. അയ്യോ, അതിന്റെ ഭാഗത്ത് ചോദിച്ചിട്ടില്ല. മൊത്തത്തിലുള്ള 1 ലക്ഷത്തിന്റെ സാധനമാണ്. ഇവിടെ നിന്നെ തട്ടിക്കൊണ്ട് ഞാൻ വണ്ണം കുറഞ്ഞു. നിങ്ങൾ എന്റെ വയർ മാത്രം കാണിക്കുന്നത്. അല്ല, ബാക്ക് പുറകിലേക്ക് വന്നിട്ടുണ്ട്. വലത്തെ കാര്യം നീ എടുത്താണോ? എനിക്കിതില്ലേ മമ്മി, ഇതിന് ഹാരം വേണമെന്ന്. ഹാരം സ്വീകരിക്കും. നിരാഹാരമാണ് ഇവിടെ കുറച്ച് ദിവസമായിട്ട്. വെൽക്കം ടു മൈ സ്വീറ്റ് ഹോം. വെൽക്കം. ഇതിലൊക്കെ വണ്ടി ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ഇത് കൊങ്കണി സ്റ്റൈൽ. അവരാഗ്രഹം പറഞ്ഞല്ലേ, കൊങ്കണി സ്റ്റൈലുള്ള ആചാര രീതിയിലാണ് ഇരിക്കാൻ. തീർപ്പടം അല്ലെ, തിരിപ്പടം. നല്ല ഭംഗിയുണ്ട്. ഇതാ അവിടെ വരെ വെച്ചോട്ട് പോകും. നിങ്ങളുടെ വീട് വരെ. എനിക്കിഷ്ടായത് ഈ മണിയാണ്. പണ്ട് ഇങ്ങനെ മുല്ലപ്പൂ ഇട്ടു ഇങ്ങനെ നമ്മള് നടക്കും ഇങ്ങനെ ഫ്രണ്ടില്. ഭയ കാറ്റ് വേണമെങ്കിൽ ഒരൊറ്റ പട്ടി ആശ്രയിക്കേണ്ട. പ്രണവ് മോഹൻലാലിന് നീര് വന്നത് അധിക്ഷേപം എല്ലായിടത്തുനിന്നും. ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? എന്തിനാ വന്നത്? അത് നിങ്ങളല്ലേ പറയണത്. നന്നായിട്ടുണ്ട്. മറ്റേ പാടത്ത് കോലം കുത്തി വെച്ചേക്കുന്നത്. അത് പോയി ഞങ്ങളവിടെ ഇങ്ങനെ കോലം കുത്തിക്കുന്ന മറ്റേ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഒരു കമ്പയില് ഒരു തുണിയും എടുത്തിടും. ഞാൻ ഇതേ സാധനം തന്നെ മറ്റേ ഇന്ന് വീട്ടിൽ വന്നിട്ട് ഇടാൻ വന്നത്. നിങ്ങളുടെ അമ്മയുടെ നൈറ്റി. എനിക്കില്ലല്ലോ ഇത്ര സന്തോഷം. AC റൂമിൽ കിടത്ത് വരെയായി പൊഴിയില്ല. എന്റെ കൂടെ ആരാ കിടക്കുന്നേ? നിന്റെ കൂടെ കിടക്കാൻ പുറത്തുനിന്ന് 2 ആളെ വിളിക്കാം. എവിടെ എത്തി? ഹൃദയത്തിലെ മോഹൻലാല്. നല്ല സൂപ്പറായിട്ട്. ഇത് സ്വീകരിച്ചോളൂ. ഇതൊന്നും ആവശ്യമില്ല, ആള് വന്നാ. ഗൾഫിലെ വിട്ടാ എങ്ങനെയുണ്ട് എന്റെ മുടി? സൂപ്പർ. കണ്ടോ കണ്ടോ, ഇതിനെന്താ 20 രൂപ ഈ മുടി കിട്ടണേ? മുള്ളൻ. അതൊരു മീനാ. ഇത് നല്ലതായിട്ടുണ്ട്. മ്യൂസിക് കുരുങ്ങി പുല്ല് കഴിഞ്ഞ. ആ ഷൂ കാണിച്ചു കൊടുത്താ 25,000 രൂപയുടെ ഷൂ. ഇതിന്റെ മോഡിഫിക്കേഷൻ വീഡിയോ വരുന്നുണ്ടായിരിക്കും. ഇതിന്റെ അടിയിൽ PP വരും. അപ്പൊ ചവിട്ടം അപ്പൊ 4 ആളെ അറിയണം. 25,000 രൂപയുടെ ഷൂ. 30,000 രൂപയുടെ ഷൂ. ഭയങ്കര ഷൂ ആണത്. 30,000 രൂപയുടെ വൃത്തിയായിട്ട് ഇത് ഈ വീഡിയോ ഇറങ്ങുന്നോട് കൂടി നീ എയറിലായിരിക്കും. 30,000 ഷൂ ആണ്. അടിയിൽ കോഴിക്കാട്ടായിട്ടുണ്ട്. അത് ഇവിടെ വന്നിട്ട് സോക്സ്. ഇതും ഇങ്ങനെ തന്നെ സ്റ്റൈലിൽ കൊണ്ടുവന്നതാണ്. ഇത് ഏതായാലും ഊരുമ്പോ മറ്റേ കീറിയത് ഓട്ടയുള്ളത് കാണല്ലോ, മോശമല്ലേ? ഏതായാലും ഷൂ 30 ആണെങ്കിലും എനിക്ക് സോക്സ് അത്ര വേണ്ടേ, അതുകൊണ്ട് അഡിഡാസ്. പിന്നെ പട്ടിയുടെ ഉടുപ്പ്. ഇതിന്റെ പേര് മറന്നുപോലെ എന്തോ സാക്കൂർ. സാക്കൂറിന്റെ ഉടുപ്പ്, iWatch, പിന്നെ നിക്കർ നോക്കണ്ട. എന്താ ഇല്ലേ? ഇനി എന്താ അരിഞ്ഞാണം ഉണ്ട്. അരിഞ്ഞാണം മറ്റേ ടങ്കീസ. ഉച്ചക്ക് എന്താ കഴിക്കാൻ? നിന്റെ കരിമീൻ കൊണ്ടുവന്ന് വറക്കണമെങ്കിൽ ഇതിപ്പോ വറക്കാം. എന്തൊക്കെയുണ്ട്? ഓക്കെയാണ്. പിന്നെ ചിക്കൻ ഉണ്ട്, മോരൂട്ടാനുണ്ട്. ഒറാങ്ങൂട്ടാന്ന് കേട്ടിട്ടുണ്ട്. അതെ, ഞാൻ കാര്യമായിട്ട് വെച്ചാ ഞങ്ങളുടെ അവിടെ ഒറാങ്ങൂട്ടാനെന്നൊക്കെ പറയത്തുള്ളൂ, അല്ല മോര്.
മോരൂട്ടാൻ എന്ന് പറയും. ആ മോരൂട്ടാനുണ്ട്, ചോറുണ്ട്, കൂർക്കുപ്പേരി ഉണ്ട്, ചിക്കൻ കറി പറഞ്ഞു. അതൊക്കെ പറഞ്ഞു. ഇപ്പൊ കരിമീൻ വറക്കാം. ഞാൻ 5 സ്റ്റാർ റെസ്റ്റോറന്റ് വല്ലതാണോ കയറി? എന്നാ ഇതെല്ലാം ഓരോ പ്ലേറ്റ് വരുമ്പോ തന്നെ ഒരു മാലയിട്ട് കൊടുക്കായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഇവിടെ ഇല്ല മാല, ഇവിടെ മാലില്ല. എന്റെ കല്യാണ മാല ഉണ്ട്, വേണം തരാം. ഭയ എനിക്ക് കളിക്കാൻ പോണം. ഞാൻ ഇന്ന് ജിൽ ഭയ എന്റെ വയറിനെ കൂടി ഈ വണ്ടിക്കകത്തിരുന്ന് കൂടിയതാ. ഞാൻ വന്നപ്പോ വയറ് കുറവല്ലായിരുന്നോ? അയ്യോ ക്യാമറ കുഴപ്പമില്ല, റീടേക്ക് വരട്ടെ, ഒന്നുകൂടെ എടുത്തു. അപ്പൊ റീടേക്ക് ആയല്ലോ. റിവേഴ്സ് ഇട്ടാ വീഡിയോ. ദുബായ് എങ്ങനെയുണ്ട് ചൂടും കാര്യങ്ങളും? എന്നുവെച്ചാ അല്ല ഇച്ചിരി പ്രയാസം അവിടെ എ സിക്കകത്തായതുകൊണ്ട്. ഭയ എ സി റൂം എവിടെ? ഉണ്ട് വരണം. ഭയ തളർച്ചിട്, എനിക്ക് കിടക്കണോ? പൊന്നാണ് എന്റെ കൂടെ കിടക്കുന്നേ. വേണ്ട പൊന്നു, ഇത്ര നമ്മൾ ഒറ്റയ്ക്ക് കിടന്നാ എന്റെ കൂടെ കിടന്ന. നാളെയൊക്കെ മറ്റേ ഏതൊരു പടം ഉണ്ടായിരുന്നില്ല, മറ്റേ കുതിര വന്ന് മുമ്പോട്ട് രാവിലെ ഇതൊക്കെ ചെറിയൊക്കെ ഇങ്ങനെ പോണെന്നൊക്കെ വരും. ആ ചെറുക്കൻ്റെ കൂടെ കിടന്നാ. ഡിജി കേക്കണ്ട. ഡിജിയുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞോ? ഡിജി ഇല്ല ഇവിടെ. നന്മയും പ്രശസ്തമായ ഡിജിയോടും കുടുംബത്തോടും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള പ്രസവവേദന, അയ്യോ പ്രസവവേദന അല്ലല്ലോ, പ്രസവത്തിനോടും എല്ലാത്തിനോടും അനുബന്ധിച്ചുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇത് പറഞ്ഞാൽ ഞാനല്ലല്ലോ പ്രസവം എടുക്കട്ടെ. ഇത് തലയിടിച്ചിട്ട് എനിക്കറിയത്തില്ലേ പൈ, ഞാൻ എത്ര തവണ കറങ്ങിയതാ. അയ്യോ പൈ, ആ ചെറുക്കിനെ വെള്ളം കൊണ്ട് ബാത്റൂമിൽ കയറി പിടിച്ചു. എനിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടോ ഈ പ്രണവനെ പോലെ നിന്റെ അമ്മ എന്ത് ചെയ്യേ? വെള്ളപ്പൂച്ച നോക്കണത് ഏതായിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുമ്പോ ആ പൂച്ച ബാക്കിൽ സാധാരണ ഇതുപോലത്തെ കൂട്ടിലൊക്കെ ഞങ്ങൾ കിളികളെ ഇടുന്നത്. നിങ്ങളതിന് പൂച്ചയെ പിടിച്ചിരുന്നേ. പേർഷ്യൻ കാറ്റാണ്. ഏതാ എവിടുന്ന് ഇങ്ങനെ കിട്ടിയത്? ഗൈസ്, ഈ പൂച്ചകളെയൊക്കെ പീഡിപ്പിച്ച് അമ്മയും മോനും നടത്തുന്ന പ്രസ്ഥാനമാണിത്. കണ്ടല്ലോ, ഈ പൂച്ചകളെ അമ്മ പൂച്ചയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഈ 1, 2, 4 പിഞ്ചു കുഞ്ഞുങ്ങളെ കൂടുതനെ ഇട്ട് പീഡിപ്പിക്കുന്നതാണ് ഈ മുന്നു എന്ന മോനും ഈ പാവപ്പെട്ട ചെറുക്കനെ. അത് കൊട്ട വിട്ടേനെ. എന്നിട്ട് ഇതാണ് ആ പൂച്ചയുടെയൊക്കെ ദാരിദ്ര്യം പിടിച്ച നോട്ടം കണ്ടോ? അതിന് വാ പോലും വെക്കാൻ വെച്ച് വെള്ളം കൊടുക്കുമായി. പൂച്ച പാല് കുടിക്കണ പൂച്ചത്. അതയച്ച് പാല് കൊടുക്കുക. അതിന് അമ്മ പറഞ്ഞ പാല് കൊടുക്കുക, ഞാൻ ഇരുന്ന് കൊടുക്കാൻ പറ്റുമോ? കേട്ടോ ഗൈസ്, വീണ്ടും അവിടെ പീഡനം. അതിനൊരു ഇതില്ലല്ലോ പയ്യ. ജനിച്ചിട്ടുള്ളൂ, 1 മാസമായിട്ടുള്ളൂ. 1 മാസമായ നമുക്കൊക്കെ വേണ്ട ഇറങ്ങി ഞാൻ നടത്തേനെ. ഞാൻ 1 മാസമായപ്പോഴും നേഴ്സിന്റെ മറ്റേ ഇത് വലിച്ചുകൊണ്ടിരുന്നു. അമ്മ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ഉറങ്ങൂട്ടാൻ അല്ല മോരും കൂട്ടാൻ. സോറി, ഞാൻ വേറെ ഫീൽഡായി പോയി. മാന്തലുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൂർക്കിയുണ്ട്, മോരൂട്ടാനുണ്ട്, ചിക്കൻ കറിയുണ്ട്, ചെറുപയർ കറിയുണ്ട്, ഗ്രീൻ ബീട്രൂട്ട് കറിയുണ്ട്, സാമ്പാറുണ്ട്. ഈ കരിമീൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോ? കഴിക്കുമ്പോ അറിയാം. എനിക്കറിയാം, ഞാനൊന്ന് പരിശീലിക്കട്ടെ. ഇത് സ്പോടനിൽ പോയ കരിമീനാണ്. ഇത് ഞാൻ അവിടുന്ന് മേടിച്ചോണ്ട് വന്നപ്പോ വെള്ള കരിമീനായിരുന്നു. നേരം കൊണ്ട് അത് കരിഞ്ഞു പോയി ഒരു സൈഡ്. ഇത് ആ ചേച്ചിക്ക് തന്നെ തിരിച്ചു കൊടുത്താലോ? ആ ചേച്ചിക്ക് തിരിച്ചു കൊടുത്താൽ വേറെ കരിമീൻ മേടിച്ചു തന്നാലോ? ഉള്ളിലേക്കൊന്നും ആയിട്ടില്ല, പുറത്ത് മുളക് മാത്രമേ കരിഞ്ഞിട്ടുള്ളൂ. സാരില്ല, ഇതിന് പൊളിച്ചെടുക്കണം, അതിന്റെ അകത്ത് കഴിക്കണമെങ്കിൽ. നമ്മൾ എവിടേക്കാണ് പോണേ? ബീച്ച്. അയ്യോ എന്ത് രൂപാണ്, പേടിയാണ് കണ്ടിട്ട്, ഭ്രാന്തനെ പോലെയുണ്ട്. അപ്പൊ പ്രണവ് മോഹൻലാലിനകത്ത് പറഞ്ഞു. പ്രണവ് മോഹൻലാൽ നമ്മള് ബീച്ച് കാണാൻ പോണു, ബീച്ച് കാണിക്കാൻ പോണു. കോട്ടയംകാരൊക്കെ മലയും കുന്നൊക്കെ അല്ലേ കാണണേ. ഡോൾഫിനെ കാണിച്ചു തരാം. എനിക്ക് അതിനകത്ത് ഒരു എന്തല്ലോ നീർക്കോലിയോ ഡോൾഫിനെ കണ്ടാ എത്ര രൂപ പറ്റ്? 50 രൂപയ്ക്ക് പറ്റും. ഞണ്ടിന് അത് വേണ്ട, ഡോൾഫിന്റെ 50 രൂപയ്ക്ക് പറ്റും. ശരി, അതിന്റെ വാലിട്ട് ഇങ്ങനെങ്കിലും അടിയെങ്കിലും ഒന്ന് കാണിച്ചു. ഡോൾഫിൻ പറക്കണ കാണിച്ചു തരും. 50 അല്ല 100 രൂപ. 100 രൂപയ്ക്ക് പറ്റും. ചെമ്മീൻ സിനിമ ഷൂട്ട് ചെയ്ത അഴിക്കോട് ബീച്ചിൽ ഇപ്പൊ ചെമ്മീന്റെ സത്യനും മറ്റേ ശീലയും നടക്കുന്നൊക്കെ അയ്യോ മറ്റേ ഇവിടുന്ന് ഒരു മറ്റേ ഇത് മേടിക്കാം. അതുപോലെ മധു ഇങ്ങനെ കെട്ടിട്ടല്ലേ വരുന്നത്. എന്റെ ഇതെന്ന് പറഞ്ഞാൽ ആ മീളിൽ പോകുന്ന കഴുകനെ വഴി തെറ്റിച്ചു വിടുക. അപ്പൊ അതാണ് എന്റെ ആഗ്രഹം. അമ്മക്ക് പട്ടം വേണോ? അയ്യോ വേണ്ട. എന്താ ഈ കണ്ണാടിയുടെ വെക്കണ്ടായിരുന്നു, അതാകുമ്പോ ഞാൻ ഫോറിനറാന്ന് കരുതി. ഞാൻ പിടിച്ചാൽ മതിയാവും. ഇപ്പൊ ലൈൻ കമ്പിയെ കുരുങ്ങും. ഇവിടെ പട്ടുണ്ടല്ലേ? ഓക്കെ, അതെന്താ അതിവിടെ എന്താ? ഇതെത്രയാ ഇപ്പൊ? എത്രയാ? 50 ആയില്ലേ? നമുക്ക് ഡിസ്കൗണ്ട് ഇല്ലേ?
എടാ നീ ഭ്രാന്തനാന്ന് വിചാരിക്കൂട്ടാ ഇതിനെ. എടാ, അമേരിക്കയിലായിരുന്നു കൊറേ നാള്, നാട് കാണാൻ വന്നതാ. മേത്തൊക്കെ എറിഞ്ഞാലും കുഴപ്പമില്ല. ചിരിക്കണ്ട. ഞാൻ അങ്ങോട്ട് അറിയട്ടെ. മുന്നോന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് അത് മറ്റേ ആ പരത്തിനെ വഴി തെറ്റിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ജിതിൻ ഭായി വരുമ്പോ മറ്റേ സാധനം ഗുരു ഗുരു മാമേ ചാന പീന ജോന മണി താൻ. എടാ അതിൻ്റെ ഉള്ളിലൊക്കെ മണ്ണ് കയറൂടാ. എന്റെ ഏറാ എന്നോട് മര്യാദക്ക് 2 വെള്ളി വാങ്ങി വരാൻ പറഞ്ഞല്ലേ. പാർക്ക് ചെയ്തു. ഇതൊന്ന് പിടിക്കുവോ? ഇതിന് കാര്യമായിട്ട് വല്ലതും ഉണ്ടോ? അതിന്റെ കൂടെ ചെല്ലാൻ അല്ലെങ്കിൽ അതങ്ങോട്ട് ഇറങ്ങിപ്പോവും. അങ്ങോട്ട് ചെല്ലേ. അത് വേണ്ട. വേറെ പറമ്പൂടി ഉണ്ടോ കളിക്കാൻ പോവാൻ? ഇല്ല, എനിക്ക് രാത്രി നൈറ്റ് മതി. ഇതിങ്ങനെ പയ്യെ പയ്യെ ലൂസാക്കി കൊടുക്കുക. നിങ്ങൾ വലിയ ഇത്ര വലിയ ആർട്ടിസ്റ്റ് നമുക്ക് അറിയത്തില്ല. എന്നിട്ട് ഇങ്ങനെ കഴിക്കാം. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വിട്ട് കൊടുക്കുക. പിന്നെ ഇങ്ങനെ ഇങ്ങനെ വെട്ടിച്ചോണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. കടലമ്മ കള്ളി ഇള്ളിയല്ലേ വേണ്ടേ? ഇള്ളി ഇള്ളി ഇള്ളിയുടെ ഇള്ളി. എൻ്റെ പഴയ മലയാളം ആയതുകൊണ്ട് ഇനി മായ്ക്കാൻ പറ്റും. കണ്ടോ, മായ്ച്ചില്ല. ഞാൻ ഈ അറബിയിൽ എഴുതണോ? എനിക്ക് തോന്നുന്നു ഇങ്ങനെയില്ലേ മറ്റേ എന്താ ആൻമേരി കലിപ്പിലാന്ന് പടമില്ലേ, അതിൻ്റെ അത് ബിജുക്കുട്ടനെ പറ്റേ മാലാഹയായിട്ട് ഒരുക്കത്തില്ലേ, ഇങ്ങനെ 1000 രൂപയും സോഡാ നാരങ്ങയോളം മേടിച്ചാലെന്ന് പറഞ്ഞ് ഒരുത്തന്നെ ഇപ്പോൾ ഡോൾഫിൻ്റെ വേഷം കെട്ടിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ കണ്ട പരിപാടി വാന്ന് അത്രയും ധൈര്യത്തിൽ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇത് പാറക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ ആ പുള്ളിക്കാരൻ ഇങ്ങനെ ചാടി വരുമ്പോ അതുകൊണ്ട് അത്രയും ഇതിക്ക് പോകുന്നുണ്ട്. നോക്ക് അതുകൊണ്ട് ഡോൾഫിൻ ഉണ്ടാവാറുണ്ട്, കാണാറില്ല. കാണാറില്ല. അല്ല ഇപ്പൊ കണ്ടില്ല. ഇവിടെ കടൽപ്പന്നി എന്ന് പറഞ്ഞ സാധനമാണുള്ളത്. അതിനെ പറഞ്ഞ് പറ്റിച്ചിട്ട് ഡോൾഫിൻ എന്ന് പറഞ്ഞ് ഇവിടെ പറ്റിച്ച് ഞങ്ങളെ 3 പേരെ കൊണ്ടുവന്നു. എൻ്റെ എയർ ഊരിപ്പിച്ച് വണ്ടി വരുന്നു. നാണാവില്ലടാ നിനക്ക്. അങ്ങനെ ഡേവിഡ് ജിതിൻ ഭായിയുടെ പകുതി എപ്പിസോഡ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പകുതി എപ്പിസോഡാ ഇനിയുണ്ട്. ഇനി ഇന്നത്തെ ദിവസം ബാക്കിയുണ്ട്. 4 മണിയല്ലേ ആയിട്ടുള്ളൂ. ഇനി 12 മണി വരെ സമയമുണ്ട്. ഞങ്ങൾ ഇന്ന് കളിക്കാൻ പോവും, ഹോട്ടലിൽ പോവും, സിനിമയ്ക്ക് പോവും, ഗുരുവായൂര് പോന്നറിയില്ല. പോണം എന്ന് പറയുന്നുണ്ട്. 4 മണിക്കല്ലേ മറ്റേ തത്ത വരുന്നത്. തത്ത കിട്ടിയില്ലെങ്കിൽ വീട്ടിലെ പൂച്ചയും കൊണ്ട് കാടെടുപ്പിക്കുമെന്നാണ് മുന്നേ പറഞ്ഞേക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം ജിതിൻ ഭായിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഇതെന്റെ ഇത് നിങ്ങള് എനിക്കൊരു ഫോണും കിട്ടി, ഒരു പേഴ്സും കിട്ടിയിട്ടുണ്ട്. ആളില്ലാണ്ട് കിട്ടിയതാണ്. വിത്ത് മൈ എയർ ഷൂ. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ.